കുട്ടിക്കാലം മുതൽ നേഴ്സാകണമെന്ന് സ്വപ്നം കണ്ടൊരു പെൺകുട്ടി. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജി +2 പഠനശേഷം മാർത്താണ്ഡത്തെ സ്വകാര്യ കോളേജിൽ അങ്ങനെയാണ് നഴ്സിംഗ് പഠനത്തിന് ചേർന്നത്. എന്നാൽ ഹോസ്റ്റലിലുണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്നുള്ള സമരം, അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, അൻസിജിയെയും കൂട്ടുകാരെയും അതിൻ്റെ പേരിൽ ചില അധ്യാപകർ വേട്ടയാടാൻ തുടങ്ങി. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, മാനസിക പീഡനം, ഒടുവിൽ അവരുടെ ആത്മഹത്യാ ശ്രമം. സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യാശ്രമം നടത്തിയ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കന്യാകുമാരി ജില്ലയിലെ കരിങ്കലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി എടുത്തുചാടിയത്. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനിയാണ് 21-കാരിയായ അൻസിജി. കൈകാലുകളും ശരീരഭാഗങ്ങളും ഒടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ഉടൻ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോളേജിലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അൻസിജി ഉൾപ്പെടെയുള്ളവർ മോശം ഭക്ഷണം ചൂണ്ടിക്കാട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമരപരിപാടികൾ നടത്തിയിരുന്നു. തുടർന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. ഇതിനുശേഷം സ്വകാര്യ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അധ്യാപകരും മാനേജ്മെന്റ് അധികൃതരും മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ കരിങ്കൽ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ച ഇവളെ വിളിച്ചിട്ട് ഇതേമാതിരി ഇവർ കൊണ്ടുപോയി എന്തൊക്കെ ചോദ്യം ചെയ്ത് ഇവൾ കരഞ്ഞു കൊണ്ടുവന്നു എന്ന് പറയും. അതേ പ്രവൃത്തി തന്നെയാണ് ഇവർ വെള്ളിയാഴ്ച ദിവസവും ഈ പോസ്റ്റിംഗ് ഉള്ള ദിവസമാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക്, അത് 4ാമത്തെ നിലയിൽ ഇവർ നിന്ന സമയത്താണ് വിളിച്ചുകൊണ്ട് പോയപ്പോൾ കൂടെയുള്ള കുട്ടി പിറകെ പോയി ആ കുട്ടിയെ വിരട്ടി വിട്ടു. പിന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തള്ളിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത്ര അറിവുള്ള 1-2 കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ തള്ളിയിട്ടു എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിന് മുമ്പേ ഫുഡിൻ്റെ പ്രോബ്ലത്തിൽ 3 കുട്ടികൾ ഫുഡ് കഴിച്ച് തലകറങ്ങി വീഴുകയും അതിൻ്റെ പരമായിട്ട് അവിടെ ഒരു പ്രകടനം, അതിനെതിരായിട്ട് ഒരു പ്രകടനം വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് മോൾ അതിൽ പങ്കെടുത്തു എന്ന കുറ്റത്തിൽ അവളെ കോളേജിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. 10-15 ദിവസം പുറത്ത് നിന്നിട്ടാണ് വീണ്ടും അവർ കോളേജിലേക്ക് കയറ്റിയത്. 50,000 രൂപ ഫൈൻ അടച്ചാണ് വീണ്ടും കോളേജിലേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്നറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മോൾ വീണിരിക്കുന്നു. അതിന് ഇപ്പോൾ സംശയം അവർ തള്ളിയിട്ടു എന്നുള്ളതാണ് സംശയം. എന്നാൽ അവർ വിളിച്ചറിയിച്ചത് 2 മണിക്കൂറിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചറിയിച്ചത്. നമ്മൾ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം വിദ്യാർത്ഥി കോളേജിൽ മൊബൈൽ ഫോണുമായി എത്തിയത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും മറ്റു ആരോപണങ്ങളും പരാതികളും അടിസ്ഥാനരഹിതമാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനുമെതിരെ നടപടിയെടുക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.